ഹായ്, ഞാൻ നിങ്ങളുടെ രമേശ് ചേച്ചി. ഇന്ത്യയിലേക്ക് സ്വാഗതം. ഹായ്, ഞാൻ അക്ഷിത. ഇന്ത്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് പപ്പങ്ങ തോരനാണ്. ഈ പപ്പങ്ങ തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഇനി ഈ പപ്പങ്ങ വെച്ച് എന്താ ചെയ്യാൻ പോണേ? അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ടത് തേങ്ങയാണ്. തേങ്ങ ചെറിയ മുറി തേങ്ങ ചെറുതായിട്ട് ചിരുകി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു 2 പപ്പടം, അതും കൂടി ഇതിനു വേണ്ടി എടുത്തിട്ട് വെച്ചിരിക്കുന്ന പപ്പായ. ഇതിൽ ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. കൂട്ടുകൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജീരകം, വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത്, കടുക്, ചെറിയ ഉള്ളി, ഉഴുന്ന്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, വറ്റൽമുളകും വേണം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. നല്ലപോലെ ചൂടായി. ഇനി നമുക്ക് ഒരു ചെറിയൊരു സ്പൂണ് കടുകിട്ട് കൊടുത്ത് നല്ലപോലെ ചെറിയ 2 സ്പൂണ് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കുന്നത്. തീ കുറച്ച് വെച്ച് കൊടുക്കണം. 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുക്കണം. മുളക്, മുളക് കൊടുക്കണം. ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പപ്പായ ഇതിലോട്ട് തട്ടി കൊടുക്കണം. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇനി നമുക്കിത് ഒരു അടപ്പ് വെച്ച് അടച്ച് വെക്കണം. ഈ ഒരൽപ്പം കൊടുക്കണം. ഒരടപ്പ് വെച്ച് അടുത്തിരി നമുക്ക് ചേർക്കേണ്ട സാധനങ്ങളെല്ലാം കൂടി ഈ തേങ്ങയിലോട്ട് ചേർക്കണം. ആദ്യം ഒരു 1/2 സ്പൂണ് മുളക് പൊടി, ഒരൽപ്പം മതി മുളക് പൊടി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഞാനിപ്പോൾ ഒരു ചെറിയ സ്പൂണിന് 1/2 സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. പിന്നെ വെളുത്തുള്ളി, ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ അമർത്തിയെടുക്കണം. അപ്പോൾ ഈ തേങ്ങയുടെ ഈ മുളക് പൊടി എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് വരും. എന്നിട്ട് നമുക്ക് ഈ പപ്പടം കൂടി ഇതിൻ്റെ കൂടെ ഉടച്ച് ചേർക്കണം. ഈ പപ്പടം ചേർക്കുമ്പോൾ പ്രത്യേക ഈ ഉഴുന്ന് വരുമ്പോൾ ഈ പപ്പടം കൂടി ഇതിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്, നല്ലൊരു മണമാണ്. ഇത്രയും ഇതിലോട്ട് ചേർത്ത് ഇനി അടപ്പ് തുറന്ന് നോക്കട്ടെ. നോക്കിയിട്ട് നല്ല ഈ കൂട്ടുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കും. എന്നിട്ട് നല്ലതുപോലെ ഇളക്കണം. ഈ പപ്പങ്ങ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഗുണമുള്ളതാണ്. ഉമിക്കൊക്കെ നല്ലതാണ്. ഇഷ്ടമനുസരിച്ച് ഇത് നമുക്ക് പപ്പങ്ങ തോരൻ വയ്ക്കാം, പുളിശ്ശേരി വയ്ക്കാം, പഴുപ്പിച്ച് കഴിക്കാം. അങ്ങനെ പല വിധത്തിൽ കൂടി നമുക്ക് സാമ്പാറൊക്കെ വയ്ക്കുന്നില്ല. പിള്ളേർക്ക് കിട്ടിയില്ലെങ്കിൽ തന്നെ ഈ പപ്പങ്ങ അതിനെ ഒന്നിത്തിരി ഒരൽപ്പം വേവിച്ച് അതിൻ്റെ കറ കളഞ്ഞിട്ട് നമുക്ക് ഇതിനോട് ചേർത്ത് കൊടുക്കും. അങ്ങനെയൊക്കെ നല്ല ഗുണമുള്ളതാണ് ഈ പപ്പായ. പിന്നെ ഒരടപ്പ് വെച്ച് അടച്ച് വയ്ക്കാം. ഈ ഒരപ്പം കൂടി കൂട്ടി നോക്കണം.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ പഠിത്തം എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സത്യമുള്ള കാര്യം പറയാം, എനിക്ക് പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിക്കാൻ നല്ലതുപോലെ ശ്രമിച്ചു. പക്ഷെ എനിക്ക് പാചകമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ എപ്പോഴും അന്നും എൻ്റെ ചെറുതിലേ ഉള്ള സമയത്ത് ഞാൻ അടുക്കളയിലാണ് ജോലി ചെയ്യുന്നത്. അച്ഛനൊക്കെ എന്നെ എങ്ങനെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഞാൻ പഠിച്ചില്ല. എനിക്ക് അതുകൊണ്ട് എനിക്ക് ഈ യൂട്യൂബ് ചാനലിലുള്ള ഓരോ പ്രോഗ്രാം, ഈ പാചകത്തിൻ്റെ പ്രോഗ്രാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ് എനിക്കൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ മകൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ചാനൽ എനിക്കിങ്ങനെ ഒരു പാചകത്തിൻ്റെ ഇതൊക്കെ എനിക്ക് ചെയ്യണം, അങ്ങനെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ എൻ്റെ ഇളയ മകൻ ഇതിലോട്ട് നോക്കട്ടെ, ഒന്ന് ഇളക്കി കൊടുക്കണം. തോരൻ, പപ്പങ്ങ തോരൻ റെഡിയായി. ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് കറി. നമുക്ക് വേറെ ഒരു കറിയും വേണ്ട, ഈ പപ്പങ്ങ തോരൻ മാത്രം മതി ചോറ് കഴിക്കാൻ. ഇനി സ്റ്റൗ അണയ്ക്കാം. അങ്ങനെ പപ്പങ്ങ തോരൻ റെഡിയായി. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യണം. നല്ല ടേസ്റ്റ് കറിയ ഒരു തോരനാണെന്ന്.